അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. സഹോദരങ്ങളെ, കേരളത്തിലെ കാന്തപുരം വിഭാഗത്തിനിടയിലും ഒരു വേള മുസ്ലിം പൊതുസമൂഹത്തിനിടയിലും കഴിഞ്ഞ ഒരു മാസമായി കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന വിവാദമാണ് അറിവിൻ നിലാവ് എന്ന പേരിൽ കപട ആത്മീയ മജ്ലിസ് നടത്തുന്ന സഫ്വാൻ സഖാഫി പത്തപ്പിരിയം എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ച. ആ ചർച്ചയുടെ അടിസ്ഥാനം, അയാൾ ഉംറക്ക് കൊണ്ടുപോയ സമയത്ത് ആ ഉംറ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില സ്ത്രീകളുമായി അയാൾ നടത്തിയ പരിധി വിട്ട സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം, ഒന്നാമത്തെ കാരണം, ഒരു വ്യക്തി അന്യ സ്ത്രീകളുമായി നടത്തിയ അവിഹിതമായ രീതിയിലുള്ള സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ അത് അവരും പർസണലിട്ടായിക്കോളും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അറിവിൻ നിലാവ് എന്ന പേരിട്ട് നടത്തുന്ന ഈ കപട ആത്മീയ മജ്ലിസ് കുറച്ചു കാലമായി, കൊറോണയ്ക്ക് ശേഷം കേരളത്തിലെ ഖുറാഫി, പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗത്തിലും അല്ലാത്ത വിഭാഗത്തിലും വേരൂന്നിക്കൊണ്ടിരിക്കുന്ന ഈ കപട ആത്മീയ മജ്ലിസ് ഉണ്ടല്ലോ, ഈ മജ്ലിസ്, ഇത്തരം മജ്ലിസുകൾ സമൂഹത്തിൽ എത്രത്തോളം ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉംറയുടെ മറവിൽ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബ തകർച്ചകളും ഛിദ്രതകളും ദുരന്തങ്ങളും, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം മൊബൈലിന് അഡിക്റ്റായ രണ്ട് വിഭാഗമുള്ളത്. ഒന്ന്, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവരുടെ പഠനത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി അവർക്ക് ആ സമയത്ത് മൊബൈൽ ഉപയോഗിക്കില്ല, നിവൃത്തിയില്ലായിരുന്നു. രണ്ട്, ഇതുപോലുള്ള അറിവിൻ നിലാവ് പോലെയുള്ള ഈ ജഹ്ലിൻ പിരാന്ത്, ഇതുപോലെയുള്ള കപട ആത്മീയ മജ്ലിസുകളിൽ കുടുങ്ങിപ്പോയ സമസ്തയുടെ അനുയായികളിൽപ്പെട്ട തലച്ചോറില്ലാത്ത കുറെ സ്ത്രീകൾ. ഈ രണ്ട് വിഭാഗമാണ് മൊബൈലിന് അഡിക്റ്റായ വിഭാഗം. എന്നിട്ട് മൊബൈൽ ഇങ്ങനെ വെക്കണം, മരുവിന് ശേഷം മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഉസ്താദിന്റെ ദിക്റുകളും ഔറാദുകളും ഇങ്ങനെ കേട്ടിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ ആടി ചൊല്ലിക്കൊടുക്കുക. എന്നിട്ട് അതിന്റെ അടിയിൽ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കും, മൊബൈലിന്റെ അടിയിൽ. പണ്ട് കാലത്ത് നമ്മൾ ഈ ഓടിട്ട വീട് ചോർച്ചുള്ളിടത്തൊക്കെ, ഈ ചോർച്ചുള്ള സ്ഥലത്തൊക്കെ ഓരോ പാത്രം വെച്ചു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ മാതിരി, അമ്മായിമാന്റെ മൊബൈലിന്റെ ചോട്ടൊരു പാത്രം വെള്ളം, മരുവള മൊബൈലിലോട്ടൊരു പാത്രം വെള്ളം, പേരക്കുട്ടിന്റെ മൊബൈലിലോട്ടൊരു പാത്രം വെള്ളം. എന്നിട്ട് ഇങ്ങനെ ഈ മൊബൈലിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ തലയെ കെട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ ആടിപ്പാടി ദിക്റിയല്ല ഇവിടെ ഇന്ന് കണ്ട് ഈ പെണ്ണുങ്ങളും ഒപ്പം ചൊല്ലി കൊടുക്കുക. ഒരു വ്യക്തി സ്വയം ചൊല്ലേണ്ട, ജീവിതത്തിൽ പാലിക്കേണ്ട ദിക്റുകളോ ഔറാദുകളോ ഒന്നുപോലും ഈ കൗമിനറിയില്ല. ഈ ഉസ്താദുമാരെ ഇങ്ങനെ തലയെക്കെട്ടും കെട്ടിങ്ങനെ ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് ഉസ്താദുമാരെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും. എന്തിനാണോ ഈ ഗൂഗിൾ പേ നമ്പർ? ചുരുക്കി പറയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി, അറിവിൻ നിലാവ് എന്ന പേരിട്ട് ആത്മീയ മജ്ലിസ് നടത്തുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ്? അവൻ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന മുഖം എന്താണ്? അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവന്റെ മുഖം എന്താണ്? അതൊന്ന് പൊളിച്ചു കൊടുത്തേ പറ്റൂ. ആദ്യം അവൻ ജനങ്ങളെ ഉപദേശിക്കുന്ന ഒരു ഉപദേശങ്ങൾ കേട്ടു നോക്കി, അവിടുന്ന് തുടങ്ങാം നമുക്ക് ഇൻഷാ അല്ലാഹ്. കേട്ടതിനും കണ്ടതിനൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്തു, മനസ്സിലേക്ക് ടെൻഷൻ കൊണ്ടുവരരുത്. അതാ ഞാൻ പറയണത്. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് കരുതിയിട്ട്, എന്നാലും എന്നെ ചീത്ത പറഞ്ഞല്ലോ, എന്നാലും എന്നെ കുറ്റപ്പെടുത്തിയല്ലോ, അങ്ങനെ ആവരുത്. അതൊക്കെ താങ്ങാനുള്ളൊരു മനസ്സ് വേണം. അതൊക്കെ താങ്ങാനും അതൊക്കെ പരീക്ഷണങ്ങൾ നിങ്ങൾ എന്ത് കരുതി നിങ്ങൾക്ക് മാത്രമാണ്. ലോകത്തിലെ എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്, എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്, അല്ലേ? ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കൊണ്ട് ടെൻഷൻ ആവാണ്. ഓരോരുത്തർക്ക് അവരുടേതായ ടെൻഷൻ ഉണ്ടാവും, ഓരോരുത്തർക്ക് അവരുടേതായ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എല്ലാം പടച്ച തമ്പുരാൻ മാറ്റി തരും, പടച്ച റബ്ബ് അതൊക്കെ മാറ്റി തരും. പക്ഷെ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഭക്ഷണമില്ല, വെള്ളമില്ല, ഉറക്കില്ല, കുളിയില്ല, തീറ്റയില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക, അതെങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടാണ്ടോ പടപ്പുകളെ? എന്തിനും നമുക്ക് കിട്ടാണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്നുമില്ല. അപ്പൊ മഹാനായ ശൈഖുന അവർകള് അറിവിൻ നിലാവിലൂടെ ജനങ്ങൾക്ക് അറിവ് പകർന്നിങ്ങനെ ഒലിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പറയണത്? കേട്ടതിനും കണ്ടതിനൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആക്കാൻ നിൽക്കരുത്. ആരെങ്കിലും നിങ്ങളെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞു എന്ന് വിചാരിച്ചു കണ്ട് അതെല്ലാം ആലോചിച്ച് കണ്ട് ഇങ്ങനെ ടെൻഷനായി ബേജാറായി നടക്കരുത്. അതൊക്കെ താങ്ങാനുള്ള കരുത്തും മനക്കരുത്തും ശക്തിയൊക്കെ നമുക്ക് വേണം. അതിലൊക്കെ ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കണം. മനസ്സിലായോ? നമ്മളെ കുറിച്ച് ആരെന്തും പറഞ്ഞോട്ടെ, അതിനൊന്നും പ്രതികരിക്കാനും അതിനൊന്നും ടെൻഷൻ ആകാനും നിൽക്കരുതെന്നാണ് മഹാനവറുകൾ മൊഴിഞ്ഞതിന്റെ ആകത്തുക. ഇനി ഇതും പൊതുസമൂഹത്തിന് ക്ലാസ് എടുത്തു കൊടുക്കട്ടോ. എന്റെ മുമ്പിൽ ഇങ്ങനെ തൊള്ളയും പൊളിച്ചിരിക്കണ തള്ളാരുണ്ടല്ലോ, ആ തള്ളാർക്ക് പറഞ്ഞു കൊടുക്കണ്, അമ്മാരെ പെങ്ങന്മാരെ, നിങ്ങളിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളങ്ങനെ ടെൻഷനാകാൻ നിൽക്കരുത്, നിങ്ങളാകെ ബേജാറാകാൻ നിൽക്കരുത്, കരുത്ത് വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ടെൻഷനായി ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ തിരുമ്പാതെ കുളിക്കാതെ റൂമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കരുത്. ആരെയും നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആരെങ്കിലും നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് ആകെ ബേജാറായി തിന്നാതെ കുളിക്കാതെ ഉടുക്കാതെ ഉറങ്ങാതെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ടെൻഷനായി നിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? മഹാനായ നോം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ പകർത്തിയാൽ മതി. എങ്ങനെ ചെയ്യേണ്ടത്? ഈ ഉംറയുടെ മറവിൽ നടന്നു എന്ന് പറയപ്പെടുന്ന അനാശാസ്യങ്ങൾ,
അല്ലെങ്കിൽ പരിധി വിട്ട ചില ബന്ധങ്ങൾ, വഴിവിട്ട ബന്ധങ്ങൾ, ആ ബന്ധം ഇവന്റെ കുടുംബത്തിൽ മൊത്തം പ്രശ്നമായ സമയത്ത് ഇവന്റെ കൂടെ നിൽക്കാത്തതിന്റെ പേരിൽ ഇവനെ വളർത്തി വലുതാക്കിയ ഈ സഫ്വാൻ എന്ന് പറയുന്ന ഈ കപട ആത്മീയ നേതാവിനെ വളർത്തി വലുതാക്കിയ ഇവന്റെ ഇരട്ടി വയസ്സുള്ള ഇവന്റെ സ്വന്തം ഉമ്മയുടെ ആങ്ങള അമ്മാവൻ, 19 വയസ്സുള്ള ഇവന്റെ ഉസ്താദായ ഇവൻ എത്രയും കാലം വളർത്തി വലുതാക്കി അയാളെ വീട്ടിൽ നിന്നിട്ടാണ്, അയാളാണ് ഇവനെ പഠിപ്പിച്ചതൊക്കെ. അങ്ങനെ പഠിപ്പിച്ച് ഇവനെ വളർത്തി വലുതാക്കിയ ഇവന്റെ ഉസ്താദായ അമ്മാവനായ വ്യക്തി ഇവന്റെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടി നിൽക്കാത്തതിന്റെ പേരിൽ, ഇവന്റെ കുടുംബങ്ങളിൽ അത് പ്രശ്നമായതിന്റെ പേരിൽ ആ അമ്മാവൻ ഇവൻ അയക്കുന്ന വോയിസ് ഒന്ന് കേട്ടു നോക്കിട്ടോ. അപ്പൊ ആരെങ്കിലും ഞമ്മക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ടെൻഷനായി തിന്നാതെ കുടിക്കാതെ അങ്ങനെ നിൽക്കരുത്. ഇതുപോലെ ചെയ്യണം. കേട്ടോളി. വലൈക്കും അസ്സലാം. ഓനോട് പോയി പണിയൊക്കെ പറയും. ഓനിലെ പണി ഞങ്ങൾ കണ്ടുവെച്ചാണ്. ഓനിലെ പണി ഞങ്ങൾ വൈത്താലെ കൊടുക്കും. അത് നിങ്ങൾ ബേജാറാവണ്ട. അത് ഞങ്ങൾക്കറിയാം എന്താ വേണ്ടിയെന്നുള്ളത്. ഓൻ്റെ മക്കൾക്കുള്ള 8ന്റെ പണി 16ന്റെ പണി ഞങ്ങൾ വേറെ വഴിക്ക് കണ്ടുവെച്ചാണ്. ഓനിഞ്ഞൊരു മധ്യസ്ഥനെ കൊണ്ടുവരണം. ഓൻ മര്യാദക്ക് ഇങ്ങോട്ട് വരുന്ന പോലത്തെ പണി ഞങ്ങൾ ഉണ്ടാക്കിക്കാണ്. നോക്കിക്കോളൂ. പിന്നെ അന്നും ഇനി നിങ്ങളും പിന്നെ കുടുംബത്തിലെ കാര്യപ്പെട്ടവരൊന്നും ഈ വിഷയത്തേക്ക് ഇറങ്ങരുത്. ഓനും എൻ്റെ കുട്ടികൾക്കും 16ന്റെ പണി ഇങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ അനിയനാണ്, പിന്നെ അമ്മോനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കരുത്. അതായത് ഓല് ഇതിലേക്ക് മുന്നിട്ടിറങ്ങുന്ന രൂപത്തിലുള്ള പണികളായി കൊടുക്കുക. പിന്നെ ശരിക്കും മനസ്സിലാവാൻ നിൽക്കണുള്ളൂ. എല്ലാവർക്കും മനസ്സിലാവാൻ നിൽക്കണുള്ളൂ. കൂതര കയറി കഴിഞ്ഞാൽ പക്ക പിന്നെ ഫ്രോഡായി മാറും. ഞാൻ അതിനുള്ള പണി ഞാൻ ഒരുക്കി വെക്കും. അത് നല്ല ആ കിട്ടേണ്ട മുഹൂർത്തത്തിലാണ് കിട്ടുക. നല്ല മുഹൂർത്തത്തിൽ. കേട്ടല്ലോ സുഹൃത്തുക്കളെ, പറയണേ, ഇതൊരു കുടുംബ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ പെട്ട മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത വോയിസ് ആണ്. ഓനോട് പോയി പണി നോക്കാൻ പറയും. ഓനും ഓന്റെ കുട്ടികൾക്കും ഞാൻ 8ന്റെ അല്ല 16ന്റെ പണി ഞാൻ കൊടുക്കും. ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആത്മീയ നേതാവിന്റെ ഭാഷയാണത്. ആദ്യം പറഞ്ഞതാണ്, ഞമ്മക്കെതിരെ ആരെന്ത് പറഞ്ഞാലും എന്ത് കുറ്റപ്പെടുത്തിയാലും നമ്മളങ്ങനെ ടെൻഷനായി ബേജാറാൻ നിൽക്കരുത്. ഓന്റെ ഭാഷയാണത്. ആരായി ഓനെ അറിയോ? അവനെ ഈ സഫ്വാൻ സഖാഫി എന്ന ഈ അറിവ് നിരാവ് നടത്തുന്ന ഈ ചെങ്ങായിനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ സ്വന്തം ഉമ്മയുടെ സഹോദരനായ അമ്മാവൻ, ഇവന്റെ ഇരട്ടി വയസ്സുള്ള 19 വയസ്സുള്ള ഒരു മനുഷ്യനോടായി പറയണത്, ഓനോട് പോയി പണി വെക്കാൻ പറയും. ഓന് 8ന്റെ പണി ഞാൻ കൊടുക്കും, 16ന്റെ പണി കൊടുക്കും. ആരാടോ അവൻ? ബോംബെ അധോലോകത്തിലെ ചോട്ടാരാജനോ? 8ന്റെയും 16ന്റെ പണി കൊടുക്കാന്? അത് ഓനക്കും ഓന്റെ കുട്ടികൾക്കും. ആ കുട്ടികളെന്ത് വഹിച്ചു നിരപരാധികളായ? ഇത് അധോലോകത്തിലാണ് ഈ സ്വഭാവം ഉള്ളത്. തനിക്കെതിരെ ആരെയും തിരിഞ്ഞു കഴിഞ്ഞാൽ ഓനെ മാത്രമല്ല, തിരിണോനെ കെട്ടിയോളിയും തന്തനെയും തള്ളനെയും കുട്ടികളൊക്കെ മൂടോടെ പിഴുത് പറിച്ചെറിയുന്ന സ്വഭാവം അധോലോകത്തിലെ ഗുണ്ടകൾക്കുള്ളതാണ്. ഇപ്പൊ ആരാ ഗുണ്ടേ? 8ന്റെ അല്ല 16ന്റെ പണി ഞാൻ കൊടുക്കുന്നു പറയാണ്. എന്നിട്ട് പറയണേ, ഇന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ പോകുന്നുള്ളൂ. കുതിര കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പക്ക ഫ്രോഡാകുന്നു. അന്നെ മനസ്സിലാക്കാൻ പോകുന്ന ആൾക്കാർ എന്റെ മുന്നിൽ തൊള്ളയും വിളിച്ചിരിക്കണ ഈ കൗമുണ്ടല്ല, ഈ തലയില്ലാത്ത തലച്ചോറില്ലാത്ത തള്ളാര്, ഓർക്കാലേ ഞാൻ എന്നെ മനസ്സിലാക്കാൻ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. 16 ഞാൻ കുതിര കയറാൻ വന്ന് ഞാൻ പക്ക ഫ്രോഡാകും. ഇതിലും വലിയ ഫ്രോഡാകാൻ എന്താണോ? എന്ത് ഫ്രോഡാകാനാ? എന്താ ഫ്രോഡ് കാരണം അർത്ഥം? ചതിയൻ, വഞ്ചകൻ, കൃത്രിമത്വം നടത്തുന്നവൻ, കളവ് നടത്തുന്നവന്, കളവ് കെട്ടിപ്പറയുന്നവന്, ഇതൊക്കെയാണ് ഫ്രോഡ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഞാനിപ്പോ ചാണകാണ്, ഇനി എന്നെ ഇളക്കി കഴിഞ്ഞാൽ ഞാൻ നായ്ക്കാട്ടാകുന്നു. അതായി പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഫ്രോഡാകാൻ പോവാണ്. നിങ്ങൾ ഓൻ്റെ ഒരു ഔദാര്യം. ഈ 30 കൊല്ലത്തിനിടെ ഞാൻ ഒരിക്കലെങ്കിലും മൂപ്പരെ കുതിരയെന്ന് വിളിച്ചേക്കണം. ഇല്ല, ഈ 30 കൊല്ലത്രയും കാലം പന പോറ്റി വളർത്തി വലുതാക്കിയ ആളാണ് അമ്മാവന്. അപ്പൊ കുതിരയെന്ന് വിളിച്ചേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇത് ഇവന്റെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടി നിൽക്കാത്തതിന്റെ പേരിലാണ് അമ്മാവനെതിരെ ചെറഞ്ഞത്. മനസ്സിലായോ? ഇതിന് ഈ ഇവനെ വളർത്തി വലുതാക്കി അമ്മാവുണ്ടല്ലോ, അമ്മാവൻ പറയുന്ന മറുപടികളിൽ ഒന്ന് കേട്ടു നോക്കി. നിങ്ങളൊക്കെ കേട്ടല്ലോ പോലെ ശൈലി. ഒരു ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, സഫ്വാന്റെ തൊള്ളിയും പ്രവൃത്തിയും ഒന്നല്ലാന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞത് ലിസാനുൻ ഫാഹിഷുൻ, നീചമായ സംസാരം, നീചമായ നാവിന്റെ ഉടമ നരകത്തിക്കാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഒരു ഉസ്താദിനെ നിന്ദിച്ചാൽ അവന്റെ ആഖിബത്ത് മരിക്കുമ്പോ ഈമാൻ കിട്ടൂലെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. ഒരു ഉസ്താദിനെ നിന്ദിച്ചാൽ ഓനൊക്കെ പറയണമെന്ന് വേറെ, ഓന്റെ പ്രവൃത്തി ഒന്ന് വേറെ. എന്തൊക്കെയാണോ പറഞ്ഞത്? ഏതായാലും ഇതിലുള്ള മെസ്സേജുകൾ ഗൾഫിൽ നിന്ന് സഫ്വാനോട് ആ പെണ്ണ് കണ്ണൂരിലുള്ള പെണ്ണ് പറയുന്ന വോയിസുകളാണ് മുകളിലുള്ള 3 ശരിക്കും നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളി. ഇത് എന്താണ് പ്രശ്നം? പുരുഷായാൽ
ഉസ്താദെ സഫ്വാൻ ഉസ്താദെ നിങ്ങളാണ് കുടുങ്ങുക, ഞാൻ കുടുങ്ങും, ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ ആ പെണ്ണ് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് വോയിസുകളുണ്ട്, വേണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് നമുക്കുള്ള തെളിവ്. ഇതന്നെ മതി, ഒരാൾ പറഞ്ഞതന്നെയല്ലോ തെളിവ്. അതല്ലാതെ പിന്നെ എന്താ തെളിവ് വേണ്ടിയത്? ഇനി അത് നിഷേധിക്കണമല്ലോ, പിന്നെ ഓലാണ് ആളെ കൊണ്ടുവരേണ്ടത്. ഞങ്ങൾ സമസ്തൻ്റെ നമുക്ക് വേണ്ടപ്പെട്ട നേതാക്കളായിട്ട് ബന്ധപ്പെട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല, കുടുംബത്തെ തീർക്കേണ്ട കേസുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ഉദ്ദേശ മധ്യസ്ഥരുടെ ഇടയിൽ പിന്നെ ഈ സഫ്വാൻ്റെ പെണ്ണുങ്ങളടക്കം ഈ സന എന്ന് പറഞ്ഞ പെണ്ണ് വേണം, പിന്നെ കണ്ണൂരത്തെ പെണ്ണ് വേണം, പിന്നെ സഫ്വാൻ വേണം, ഫضല് വേണം. പിന്നെ ആരൊക്കെയാണ് ബന്ധപ്പെട്ടാൽ അതിന് വേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഓലും വേണം. അങ്ങനെ ആരാണ് ഉസ്താദ്, ചിലപ്പോൾ വണ്ടൂർ പൈസയേക്കാരും ചിലപ്പോൾ പൊന്മള ഉസ്താദേക്കാരും ഓല സാന്നിധ്യത്തിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാളും വയ്ക്കാരും ഓല സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ചർച്ച നടക്കുക. ഓല് വിളിച്ചിടത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് ഓലാണ് ബാധിക്കണോലാണ് കൊണ്ടന്റ്, ബാധിക്കുന്നവർക്ക് തെളിവ് ഇതാണ്. ഓല് പറഞ്ഞതാണ് തെളിവ്. കള്ളുടിച്ചാണ്ടാരും വർത്താനം പറയരുത്. നേർക്ക് നേരെ ചോറ് തിന്ന റേഷൻ പീടിയത്തെ ചോറ് തിന്നുന്ന ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ ആളി പറഞ്ഞതൊക്കെ വേങ്ങരക്ക് വരാൻ പറ്റും, ഇജ്ജ് വേങ്ങരക്ക് വന്നോട്ടെ. പിറ്റേ വെള്ളിയാഴ്ച സഫ്വാനെ പറ്റുണ്ടാവും അവിടെ ഒരു വയറുള്ളൂ. ആ നാട്ടുകാർക്ക് മുഴുവൻ സഫ്വാൻ ആരാന്നുള്ളത് തിരിയും ചെയ്യും. സഫ്വാന്റെ മെമ്പറേയും സഫ്വാന്റെ തേങ്ങാപ്പുണ്ണാക്കും ഓൻ്റെ തൊള്ളയും ഓൻ്റെ കാട്ടിക്കൂട്ടലും. ഇബ്രാഹിമിനെ പറ്റിയും പറഞ്ഞല്ലോ, എത്ര വാപ്പാക്കുണ്ടായ ആ കൈത എന്താണ് ചെങ്ങായി, എന്താണ് നക്കണ് നമുക്കറിയില്ല. ഓൻ എത്ര വാപ്പാക്കുള്ളതാണ് ഇബ്രാഹിമിനോട് പറഞ്ഞതാണ്. പിന്നെ ആരാണ് ആ പോത്തിനോട് ഒരു ഇതുള്ളത്, ഒരു ആദരവും എന്തിനോ മരുവിൻ്റെ ശേഷം കുറച്ച് ദീക്കുറം ചെല്ലിങ്ങനെ നോലോത്സൂത്തിരിക്കണ് ആൾക്കാരെ കാണേ പെണ്ണുങ്ങളടിയിൽ. ഇതൊക്കെ അവൻ്റെ ആത്മാർത്ഥത, ഇതൊക്കെ തെളിയിക്കാൻ പോവുകയാണ്. ഞാനിത് ഒതുക്കണം അടക്കണം എന്ന് കരുതി കണ്ടത് വരെയും വെച്ചിരുന്നത്. ഇപ്പൊ കുടുംബത്തിന്റെ അടിയിൽ പിന്നെ എവിടെ ചർച്ച ചെയ്യണത്? എന്നിട്ട് ഓല മുഴുവൻ അവന് വേട്ടയാടുന്ന സ്വഭാവമാണ് അവനുള്ളത്. അപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ പെരിയിലല്ലാതെ ആരോടതൊക്കെ സംസാരിക്കണത്? അപ്പൊ അതങ്ങനെ വെച്ചതേനി. ഓനോന്റെ ഗുണ്ടകളും വെച്ച് വരുന്നില്ലാന്ന് ആയിക്കോട്ടെ, അതിന്റെ നിയമത്തിന്റെ ബൈക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും തീരുമാനമുണ്ട്. ഓന്റെ കളിയാണ് നടക്കട്ടെ. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞമ്മക്ക് അതിന് ഒരുക്കുണ്ട്, ഇതിന് റെഡിയാണ്. അതിനെന്താ വേണ്ടത് വെച്ചാല് ഓന്റെ പിന്നെ പോക്കിരിത്തരം ഭർത്താനുണ്ടല്ലോ, അത് ഇതിമ ഒതുങ്ങും. ഇവനെ വളർത്തി വലുതാക്കിയ, ഇവനെ ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഇവന്റെ ഉസ്താദും കൂടിയായ ഇവന്റെ അമ്മാവനാണ് പറയണത് സഫ്വാന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഞങ്ങൾക്കറിയാലോ. ഇത്തരം കപട ആത്മീയ മജ്ലിസുകൾ നടത്തുന്ന കപട ആത്മീയ നേതാക്കളുണ്ടല്ലോ, ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഇവരുടെ വാക്ക് കീറച്ചാക്കിന് തുല്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം. കൗമിന് മനസ്സിലാകാൻ തുടങ്ങണുള്ളൂ. കൗമിന്റെ മുമ്പിൽ ഇവരിങ്ങനെ പറയും ക്ഷമയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, വിട്ടുവീഴ്ചയെക്കുറിച്ച്, സഹാനുഭൂതിയെക്കുറിച്ച്, പുറത്തു കൊടുക്കലിനെ കുറിച്ച്, മാപ്പ് കൊടുക്കലിനെ കുറിച്ച്. എന്ത് പ്രശ്നം നമുക്ക് ഉണ്ടായാലും നമ്മൾ പൊട്ടിത്തെറിക്കരുത്, ടെൻഷൻ ആകരുത് എന്നൊക്കെ പറയും. ഇവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ അപ്പൊ ഗുണ്ടായിസം, പോക്കിരിത്തരം, ഭീഷണി, ഏഷണി, ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഫ്രോഡാണ്, എന്റെ കുടുംബം തകർക്കും, എന്റെ മക്കൾക്ക് 8ന്റെ പണി വരും, 16ന്റെ പണി വരും. താനി ഗുണ്ടാ നേതാക്കന്മാരെ ഭാഷ. അപ്പോ എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ചർച്ചയ്ക്കും വേണ്ടി ഈ അമ്മാവൻ വിളിക്കുന്നുണ്ട് ഇവരുടെ സംഘടനാ നേതാക്കന്മാരായ ഉന്നതന്മാര്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള ഇവരുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഉസ്താദുമാരെ മുമ്പിൽ വെച്ച് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ. അപ്പൊ മറ്റവനെ പത്തപ്പരിയത്തുള്ള ഓന്റെ ഓഫീസിൽ അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് ചർച്ചക്ക് ധൈര്യമുണ്ടെങ്കിൽ. ആന എത്ര വണ്ണം വെച്ചിട്ടും കാര്യമില്ല, ഈ എലുമ്പനായ പാപ്പാന്റെ അടുത്ത് വരട്ടെ എന്നാണ് അവന്റെ ധാരണ. ഇവനാണ് പാപ്പാനെന്ന് അവന്റെ ധാരണ. അപ്പൊ അമ്മാവൻ ഉസ്താദുമാർ ഇത് ചർച്ചക്ക് വിളിക്കുമ്പോ ഇപ്പൊ ഓന്റെ ഓഫീസിൽ ഇങ്ങോട്ട് വിളിക്കുക. അതെന്തോ ആകട്ടെ, ബാക്കിയുള്ള വിഷയങ്ങൾ കുറെ പെണ്ണുങ്ങളെ വോയിസിനെ കുറിച്ചും, കണ്ണൂരുള്ള പെണ്ണ്, തൃശ്ശൂരുള്ള പെണ്ണ്, മറ്റേ പെണ്ണ്, മറിച്ച പെണ്ണ്, ആ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും വോയിസുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നമ്മളത് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മളെ ഉദ്ദേശം അതല്ല. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇത്തരം കപട ആത്മീയ നേതാക്കൾ, ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവർക്ക് ദീനുമായി പുലബന്ധം പോലുമില്ല. ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ദീനില്ല. ഇവർ തനി ഗുണ്ടാ നേതാക്കളെ പോലെയാണ് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ജീവിക്കുന്നത് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പൊ അമ്മാവൻ പറഞ്ഞു ഇവന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ശിഷ്യനായ എന്റെ പെങ്ങളെ മോനായ സഫ്വാൻ ഉണ്ടല്ലോ, അറിവിൻ നിലാവ് എന്ന പേരിൽ അനേക ലക്ഷം ജനങ്ങൾക്ക് അറിവ് ഇങ്ങനെ തേനൊലിപ്പിച്ച് ഒലിപ്പിച്ചു കൊടുക്കുന്ന ഇവന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ബന്ധമില്ല എന്നുള്ളതിൽ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. അപ്പൊ ഈ വോയിസ് കേട്ടല്ലോ, അമ്മാനോട് പറഞ്ഞ തെറി കേട്ടല്ലോ, വിടൂല, 8ന്റെ പണി തരും, എന്റെ മക്കൾക്ക് 16ന്റെ പണി തരും, ഞാൻ പക്ക ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞ ഇവൻ മഹോനായ ശൈഖുനാ ഖുതുബുൽ ആലം CM മടവൂരിന്റെ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കണം കേട്ടോളി. ബഹുമാനപ്പെട്ട ശൈഖുനയെ സോപ്പിടാൻ വേണ്ടി, ശൈഖുനയുടെ ആ ഒരു മനസ്സിന് ലാളന വരാൻ വേണ്ടി സോപ്പി ഹാജി ശൈഖുനയുടെ പരിസരത്ത് ഇങ്ങനെ നിന്നു. മാഷാ അല്ലാഹ്, ആ സമയത്തിന്റെ ശൈഖുനയുടെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് ഇങ്ങനെ അരിച്ചു പോകുന്നത് സോപ്പി ഹാജി ഖാനാണ്.
ഉടനെ തന്നെ സൂഫിയാജി വന്നിട്ട് ആ ഉറുമ്പിനെ പതിയെ ഒന്നിങ്ങനെ ഞൊടിഞ്ഞു, ഒന്ന് തട്ടിയിട്ടു. അങ്ങനെയാണല്ലോ നമ്മുടെ മാതാപിതാക്കളുടെ ഉസ്താദുമാരുടെ ശരീരത്തിലൂടെ ഉറുമ്പ് അരിച്ചു പോകുമ്പോൾ, ഈ ചരിത്രം ഞാൻ പറയുന്നത് ഖുതുബുൽ ആലമിന്റെ കാരുണ്യത്തിന്റെ മനസ്സ് നമ്മൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ശരീരത്തിലൂടെ ഉറുമ്പരിച്ചു പോകുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പതിയെ ഇങ്ങനെ തട്ടിയിടും. ഷെയ്ഖുനയുടെ ശരീരത്തിലൂടെ ഉറുമ്പരിച്ചു പോകുന്നത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട ഹാജിയാർ വന്ന ആ ഉറുമ്പിനെ പയ്യെ ഇങ്ങനെ തട്ടിയിട്ടു. പക്ഷേ ആ ഞൊടിച്ചിലിൽ, ആ തട്ടലിൽ ആ ഉറുമ്പ് അറിയാതെ ചത്തുപോയി. ഉടനെ തന്നെ ഷെയ്ഖുന പ്രതികരിച്ചു, നിങ്ങൾ അതിനെ കൊന്നുവല്ലേ, തൗബ ചെയ്യണം. അതായിരുന്നു മഹാനായ ഷെയ്ഖുന സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഉറുമ്പുകളോട് വരെ കാരുണ്യം കാണിച്ചു. അതായിരുന്നു ഷെയ്ഖുന ഖുതുബുൽ ആലം മടവൂര്. സ്വന്തം ശരീരത്തിലൂടെ ഉറുമ്പിങ്ങനെ അരിച്ചു പോയപ്പോ ഒപ്പം ഇങ്ങനെ കദ്ദാമകളായി നിൽക്കുന്ന ഒരു ആചാര്യ, കാദ്യമായി നിൽക്കുന്ന ഒരു ആചാര്യ ഉറുമ്പിനെ കയ്യിന്റെ പേരിലോട് ഞൊടിച്ചു. അപ്പൊ ഉറുമ്പ് ചത്തു. അപ്പോ ഷെയ്ഖുന മടവൂർ, നിങ്ങൾ ആ ഉറുമ്പിനെ കൊന്നുകളഞ്ഞുവല്ലേ, നിങ്ങൾ ഉടനെ തൗബ ചെയ്യണം. IPC 300 കൊലപാതകം. അപ്പൊ ഇത് ഷെയ്ഖുന മടവൂരിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കഥ പറയണത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ ചിരിച്ചു പോകാനാ? അല്ല, നമ്മളും അതുപോലെ കാരുണ്യമുള്ളവരാകണം. ഒരു ജീവിയെ പോലും നമ്മൾ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞവനാണ് ഇവന്റെ അമ്മാവനെ വളർത്തി വലുതാക്കിയ, പിന്നെ ഇൽമു പഠിപ്പിച്ച ഇവന്റെ ഉസ്താദും കൂടി അമ്മാവനോട് പറയണത്, എനിക്ക് 8ന്റെ പണി തരൂടോ, എന്റെ മക്കൾക്ക് 16ന്റെ പണി തരൂടാ, ഞാൻ പക്ക ഫ്രോഡാടാ, കാണിച്ചു തരൂടോ. എങ്ങനെയുണ്ട്? അപ്പൊ പല വാക്കും പ്രവൃത്തിയും തമ്മിൽ വല്ല ബന്ധമുണ്ട് ചങ്ങായിമാരെ. കൗമുനിതറിയോ? കൗമിങ്ങനെ മൊബൈലും തുറന്നിക്കാണ്ട് അരിവിൻ നിരാവ് എന്ന് പറഞ്ഞിക്കാണ്ട് അതിന്റെ ചോട്ടിൽ വെള്ളത്തിന്റെ പാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ തൊള്ളിയും പൊളിച്ച് നിൽക്കും തലച്ചോറില്ലാത്ത തള്ളാര്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. കൗമിന്റെ വിചാരം ഇതിന്റെ ചോട്ട് കുറച്ച് വെള്ളമാണ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് മോന്തി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ആയി എന്നാണ്. പക്ഷെ എന്താണ് സത്യം? ഇതൊക്കെ ദീനിലുള്ളതാണോ? ഇവര് തന്നെ പറയട്ടെ. കുറേ പ്രവാസികൾ ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഇപ്പോൾ ഒരു സൗകര്യം അങ്ങനെയാണ് വെച്ചെന്നുള്ളൂ. ഇതിൻ്റെ അടുത്ത് നിന്നാണ്ട് പങ്കെടുത്തിട്ട് ആ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇൽമും ചിലപ്പം കിട്ടുന്നുള്ളൂ. മജ്ലിസിൽ പങ്കെടുത്ത കൂലിയൊന്നും കിട്ടൂല. അങ്ങനെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തെറ്റിപ്പോയി. ഈ മജ്ലിസിൽ പങ്കെടുത്ത കൂലിയൊന്നും ഇതിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് കിട്ടൂല. എന്നാലും ഇൽമു കേട്ട കൂലി കിട്ടും, ഇൽമു കേട്ട കൂലി. എന്നല്ലാതാണ്ട് മജ്ലിസിൽ പങ്കെടുത്ത കൂലി ഞാൻ അതിൻ്റെ അടുത്ത് വെള്ളം വെച്ചിട്ട് അത് നിൽക്കുന്ന മജ്ലിസിൽ വെള്ളം വെച്ച ഫലമൊന്നും അതിനുണ്ടാവില്ല. നിയ്യത്തിന് ഫലം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് വേറെ കാര്യം. വിക്കറിൽ വെച്ച വെള്ളത്തിന്റെ ഫലം ഇതിന്റെ ഈ TV എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാകുക, അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എവിടുന്ന് കിട്ടിയതാണെന്നാവും. ഇവരെല്ലാരും ആദരിക്കുന്ന ഒരാളാണ് പകര. ഈ പകരയാണ് പറയണത്. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മജ്ലിസ് ഇങ്ങനെ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അതിലും മജ്ലിസ് പങ്കെടുത്ത കൂലൊന്നും അതിന് കിട്ടൂല. പിന്നെ അതിന്റെ ചോട്ട് കൊണ്ടുപോയി വെള്ളം വെക്കണ പരിപാടി ഉണ്ട്. ആ വെള്ളം എവിടുന്ന് കിട്ടിയതാണോ ഈ പരിപാടി? ഇതൊന്നും ദീനിലില്ല എന്നാ മൂപ്പര് പറയണത്. ഒരുവിധം ചപ്പടാച്ചി സാധനങ്ങളൊക്കെ ദീനിക്ക് കുത്തിക്കയറ്റുന്ന ആൾക്കാരാണ് ഇയാളൊക്കെ. വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു സൂചി കയറ്റാൻ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അതിൽക്കൂട്ടി JCB കയറ്റിക്കാണ്ട് ദീനിലേക്ക് എല്ലാ വാണ്ടാത്തരങ്ങളും വിധത്തുകളും കുത്തിക്കയറ്റുന്ന ചങ്ങായാണ് ഇയാളെ പറയേണ്ടത് ഇങ്ങനെ ഈ വെള്ളം, ഈ മൊബൈലിന്റെ ചോട്ട് വെള്ളം വെച്ചിട്ടാണുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഇതൊന്നും ദീനിലില്ലാത്ത പരിപാടിയാണെന്ന്. കഴിഞ്ഞിട്ട് വേറൊരുത്തനും കൂടി പറയട്ടെ. ഇപ്പോൾ ഓൺലൈനിൽ മജ്ലിസിലെ വള്ളങ്ങളൊക്കെയാണ് പുതിയത് കേൾക്കുകയാണ്. ഓൺലൈൻ മജ്ലിസുകൾ ഉണ്ടാവും. പല വനിതകളും മറ്റൊക്കെ മൊബൈലിന്റെ മുമ്പിൽ കുപ്പി വെള്ളം കൊണ്ടു വെക്കുക. ഓൺലൈൻ മന്ത്രകൂത്തോ എന്താ സംഭവം? പരിശുദ്ധമായ ദീനിന്റെ ആത്മീയ വഴികൾക്കൊരു നല്ല സ്വഭാവമുണ്ട്. മഹാന്മാരായ സജ്ജനങ്ങളായ ആളുകൾ ദുആ മജ്ലിസിലേക്ക് വരുന്നതിന്റെ സ്ഥാനത്ത് ഇന്ന് സബ്സ്ക്രൈബ് ഉണ്ടായാൽ മതി. അതാണ് ആളുകൾ നോക്കുന്നത്. എന്താണ്, എങ്ങോട്ടാണ് നമ്മുടെ മേഖല പോകുന്നത്? ഇതിനൊക്കെ പല ആളുകളും സപ്പോർട്ടാണ്. എന്താണ്, പഴയ ആളുകളെ ചില ആളുകൾ പറഞ്ഞല്ലോ, പണത്തിന്റെ മീതെ പരുന്തും പറക്കൂല. ഇതാണ് ഇവിടെ കാണുന്നത്. ആത്മീയതയുടെ പേരിൽ ആ യഥാർത്ഥ വഴിയെ അതിനെയെല്ലാം വിമർശിക്കുകയും വ്യാജമായിട്ടുള്ള വേലകൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അതിന് ശരീഅത്തിന്റെ ലേബിൾ കൊടുക്കുക ചെയ്യപ്പെടുന്ന പ്രത്യേകമായ അവസ്ഥ. സുഹൃത്തുക്കളെ, ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഖുറാഫി സമൂഹത്തിന്റെ ഇടയിൽ ഏറ്റവും വടക്ക് സാധനങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും വടക്ക് വിശ്വാസക്കാര്. ചാണകത്തിലെ പുഴു എന്ന് പറഞ്ഞ മാതിരിയുള്ള സാധനങ്ങളാണ്. ഒരു വരെ ഇതിനെ എതിർക്കുന്നു. ഇങ്ങനെ പരിപാടി ഇല്ല ദീനില്. ഒരുവിധം ഖുറാഫാത്തും ബിദ്അത്തും ശിർക്കും ഒക്കെ ദീനിലേക്ക് കുത്തിക്കയറ്റാൻ നിൽക്കുന്ന ടീമാണ് ഇതൊക്കെ. ഇവർ വരെ പറഞ്ഞ ഈ ഓൺലൈൻ മജ്ലിസുകളും അതിന് മുമ്പിൽ കുപ്പിയിൽ വെള്ളം വെക്കലും ഇതൊന്നും യഥാർത്ഥ വഴിയല്ല. എന്നാലും കാണാം ഈ ഖുറാഫി വീടുകളിൽ ഈ തള്ളാരുണ്ടല്ലോ, നിങ്ങളാളെ എല്ലാറ്റിന്റെ ആരാ എല്ലാ ആത്മീയ തട്ടിപ്പിന്റെ ആരാണ്? ഈ സ്ത്രീകളാണല്ലോ, ഈ തലച്ചോറില്ലാത്ത സ്ത്രീകള്. ഒരു ദീനും പഠിക്കൂല. ഇങ്ങനത്തെ ഓരോ കപട വേഷധാരികള് ആത്മീയതന്റെ പേര് പറഞ്ഞ് ഓരോ പൊറാട്ട് നാടകമായിട്ട് വരും. എല്ലാറ്റിൻ്റെ ആളെ കിട്ടും ചെയ്യും. എന്നിട്ട് പല കുടുംബങ്ങളും തകരും ചെയ്യും. അപ്പൊ ഇറ്റിങ്ങൾ കാണാൻ ഈ മൊബൈലും തുറന്നു വെച്ചിട്ട് അതിന്റെ മൂട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിന്റെ പാത്രം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചോർച്ചുള്ളടത്ത് പാത്രം വെക്കണമാതിരി ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിങ്ങനെ മോന്തി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ആയിന്ന ഇതിന്റെ ധാരണ.
പക്ഷെ ഇങ്ങോട്ട് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട്, ഉസ്താദിന്റെ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുത്തിന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതാ മറുപടി. അതിന്റെ അവസ്ഥ എന്താ? ഈ ആത്മീയ മജ്‌ലിസുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നുണ്ട് എന്ന് പോലും പറയണ്ടല്ലോ. അതിന്റെ അവസ്ഥ എന്താ? അത് വേറെ ഉസ്താദ് പറഞ്ഞങ്ങൾ കേട്ടു നോക്കി. പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലുള്ള ധാരാളം സദസ്സുകൾ, അത് ചിലപ്പോൾ ഓൺലൈൻ ആകാം അല്ലെങ്കിൽ ഓഫ്ലൈനുകളാകാം, ഇവിടെയൊക്കെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു സദസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സദസ്സുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഉദ്ദേശിക്കണം എന്നുമില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അവരിലേക്ക് ആകർഷിക്കാനുള്ള പല കാരണങ്ങളും ഉണ്ടാകാം. അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പരീക്ഷണങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഒരു തൗഫീഖ് ആകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അങ്ങനെ ആളുകൾ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയാണ്, അദ്ദേഹം ദുആക്ക് വലിയ ഇജാബത്ത് കിട്ടുന്ന ആളാണ് എന്നൊക്കെ സമൂഹത്തിനിടയിൽ വെറുതെ പ്രചരിപ്പിക്കുകയും ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാനൊരു വലിയ സദസ്സ് സംഘടിപ്പിക്കുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ദുആ ചെയ്യുമ്പോൾ പല ആളുകളും പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് പറയും. അപ്പൊ 20 ആളുകൾ എന്നോട് ദുആ ചെയ്യാൻ പറയുകയാണ്. അതിൽ 2-3 ആളുകളുടെ കാര്യങ്ങൾ ഉടനെ തന്നെ സാധ്യമാവുകയാണ്. അതായത് അവർക്കത് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അത് അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഈ 3 ആളുകൾക്ക് അത് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ എന്നോട് വന്ന് പറയും, ഞങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ ആ കാര്യം സാധ്യമായിട്ടുണ്ട്. എന്നാൽ ഞാൻ അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി അത് വലിയ അപകടകരമാണ്. നമ്മൾ ദുആ ചെയ്തു, അതിപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് മാർക്കറ്റ് ചെയ്യുന്ന രീതി, ഒരു സ്വാഭാവികമായും ഒരു കാര്യം ഇപ്പോൾ സ്ഥാപനത്തിന് വേണ്ടി ഒക്കെ സംഭാവന ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകൾ സ്ഥാപനത്തിനെ സഹായിക്കാനും ദീനിനെ സഹായിക്കാനുമുള്ള മസ്ലഹത്തുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ദുആ ചെയ്തിരുന്നു, അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടെയും മസ്ലഹത്തോടു കൂടെയും ആണെങ്കിൽ അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്നിലേക്ക് ആളുകൾ വരണം, അങ്ങനെ അതൊരു മാർക്കറ്റിംഗ് രീതിയായി സ്വീകരിക്കുന്നത് വലിയ അപകടം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഈ 3 ആളുകൾ സ്വാഭാവികമായും പറയും. ആ പറയുന്ന 3 ആളുകളെ അപ്പുറത്ത് 17 ആളുകളും അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഈ 3 ആളുകൾ ഇദ്ദേഹം ദുആ ചെയ്താലും അല്ലെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ 3-4 ആളുകൾക്ക് കാര്യങ്ങൾ സാധ്യമാകും. പക്ഷെ അതെടുത്ത് വെച്ച് മാർക്കറ്റ് ചെയ്യുക എന്നത് ശരിയല്ല. ഒരുപക്ഷെ ഇദ്ദേഹം ദുആ ചെയ്തത് കൊണ്ടാകണമെന്നില്ല. കാരണം ആ വ്യക്തി തന്നെ ദുആ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ദുആ ചെയ്യുന്നുണ്ട്, കുടുംബങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, അങ്ങനെ പലരും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ ദുആ ചെയ്തതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് അതിന്റെയൊക്കെ ക്രെഡിറ്റ് കീശയിലാക്കി ആളുകളെ കൂട്ടുന്ന രീതി അതൊരിക്കലും ശരിയല്ല. അത് എണ്ണി പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ കുറെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. 50 ആൾ പറയും, പിന്നെ അത് 100 ആളുകളാകും, 1000 ആളുകളാകും. 1000 ആളുകൾ ദുആ ചെയ്യാൻ പറയുമ്പോൾ പലർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവർ തന്നെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പറയുമ്പോൾ പലർക്കും അല്ലാഹു നൽകും. ഇനി അള്ളാഹുവിനോട് അത് ചോദിക്കാതെ തന്നെ അള്ളാഹു റഹ്മാനും റഹീമുമാണ്, അല്ലാതെ തന്നെ അവൻ കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെ നമ്മളൊരു ദുആ നടത്തിയതിന്റെ പേരിൽ അതിന്റെയൊക്കെ ക്രെഡിറ്റ് നമ്മൾ വാരി കീശയിലാക്കി അതിലൂടെ ആളുകളെ സംഘടിപ്പിക്കുന്ന രീതി അത് അപകടമാണ്, അബദ്ധമാണ്. കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഈ പറയണത് ആരാണ്? വഹാബികളല്ല, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ് ഈ പറയണത്. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ഈ പറയണത്. ഇത്തരം മജ്‌ലിസുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അവർ പറയുന്നൊരു വർത്താനുണ്ട്, ഞങ്ങൾ പോയിട്ട് ദുആക്ക് ഉത്തരം കിട്ടിയല്ലോ, ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. എന്താ അതിന്റെ കുട്ടൻസ്? 20 ആള് പോയി കഴിഞ്ഞാൽ 2 ആൾക്ക് നടക്കും, അത് നിങ്ങൾ പോയില്ലെങ്കിലും നടക്കും. ചിലപ്പോ ആ സമയത്തായിരിക്കാം അള്ളാഹു ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന ആയിരിക്കും, അത് ആ സമയത്ത് നടക്കും. ആ നടക്കുന്ന സമയത്ത് ബലധാരണ അതോ ഷെയ്ഖുനാന്റെ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആ നിലാവിൽ ഞങ്ങൾക്ക് ഇരുട്ടത്ത് ആ നിലാവിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടന്നു. മനസ്സിലായോ? കാര്യങ്ങളൊക്കെ നടന്നു. ഉസ്താദിനോട് പോയി പറയും, ഉസ്താദേ ഞങ്ങളിതാ ആ മജ്‌ലിസിൽ പങ്കെടുത്തതിന് ശേഷമാണ് എന്റെ മോക്ക് പള്ളി ഉണ്ടായത്, എന്റെ കെട്ടിച്ചേർത്ത മോൾക്ക് കല്യാണം ശരിയായത്, എന്റെ ഗൾഫ് പോകാത്ത മോനും പിന്നെ വിസ ശരിയായത്. അപ്പൊ ഷെയ്ഖുനാന്റെ അടുത്ത മജ്‌ലിസിൽ പിന്നെ അതിന്റെ വിളംബരാണ്, പിന്നെ ഗീർവാണാണ്. അതാ കഴിഞ്ഞ മജ്‌ലിസിൽ പങ്കെടുത്ത് നമ്മളെ കോഴിക്കോട്ടുള്ള കുഞ്ഞാമിനാന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്, നമ്മളെ മലപ്പുറത്ത് നിന്ന് വന്ന മറിയാമാന്റെ ഉദ്ദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്, മഞ്ചേരിയിൽ നിന്ന് വന്ന ബിയാത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു അക്ബർ. ഇവിടെ 18 20 പങ്കെടുത്തിൽ 18 തൊള്ളി പൊളിച്ച് അടക്കുകയാണ്. ഓന്റെ ശരിയായിട്ടില്ല, കാര്യങ്ങൾ നടന്നിട്ടില്ല. ഈ ശരിയായി എന്ന് പറഞ്ഞ സംഗതി അതങ്ങോട്ട് മാർക്കറ്റ് ചെയ്യും. എന്നിട്ട് ഈ തള്ളാരുണ്ടല്ല, കെട്ടിയോമാരും മക്കളും ഗൾഫിൽ പോയി കണ്ട് അധ്വാനിച്ച് ആ മണലാരണ്യത്ത് കിടന്ന് അധ്വാനിച്ച് ചോര നീരാക്കി കണ്ട് അധ്വാനിക്കുന്ന പൈസ ഇവന്റെ ഗൂഗിൾ പേക്ക് അങ്ങനെ തിരികെ കൊടുക്കും. ഇവൻ അതായിട്ട് ഇങ്ങനെ അടിപൊളി വണ്ടികള്, അടിപൊളി വീടുകള്, അടിപൊളി സൗകര്യങ്ങള്, ഞാൻ പറയണില്ല എന്തൊക്കെ സൗകര്യങ്ങൾ എന്നുള്ളത്, സുഖലോലുപനായി മതിമറന്ന് അർമാദിച്ച് ജീവിക്കുക ഈ കൗമിന്റെ പണം കൊണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇവിടെ ഓൺലൈൻ, ഈ ആത്മീയ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഈ കപട ആത്മീയ മജ്‌ലിസുകൾ വഴി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണ് ഇതൊക്കെ, തട്ടിപ്പുകളാണ് ഇതൊക്കെ. തട്ടിപ്പ് പറഞ്ഞാൽ ചെറിയ തട്ടിപ്പൊന്നല്ല,
ഇത്തരം മജ്‌ലിസ് പങ്കെടുത്തു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും. അത് എങ്ങനെ അതിന്റെ രീതി ഞങ്ങൾ കുട്ടികളുണ്ടാക്കുന്ന രീതി നമ്മൾ പറയണ്ട, ഓല തന്നെ പറയട്ടെ, നമ്മളാവുകൊണ്ട് പറയണ്ട, ഓൽക്കാൾ അതിനെ കുറിച്ചൊക്കെ ധാരണ ഉള്ളത്. കുറച്ച് തത്സമാത്താണ് പഠിച്ചത്. എന്നിട്ട് ഏർവാടിയിലൊന്ന് പോകും, ഒരു 4-5 മോതിരിടും, എന്നിട്ട് ഒരു ചെറിയ ടെന്റും കെട്ടിയിട്ടാണ്ട് ഇരിക്കും, കുറച്ച് കുപ്പി മുമ്പിൽ വെച്ച്. ഏർവാടി പോണേനെ അതിരല്ല, കാരണം ഞാൻ പോണ ആളാണ്. ഏർവാടിലാന്ന് പോകുമ്പോഴേക്ക് അവിടെ എന്താ വിലായത്തിന്റെ കിരീടം വെച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം മത്സ്യ കാത്തുകൊടുക്കില്ല. എന്നിട്ട് തിരിച്ചു വരാം, നിസ്കാരം ഉണ്ടോ ഇല്ല, നോമ്പുണ്ടോ ഇല്ല, ദിക്റല്ലേ ഇരുന്നാ മതി. പുതിയ തത്വം ദിക്റല്ലേ അങ്ങനെ. എന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കൂടാ, എന്നിട്ട് വിളക്കൂതിയിട്ട് എല്ലാവരും കൂടി ദിക്റില്ല, എന്നിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുണ്ടാവും, കാരണം വിളക്കൂതിയിട്ട് 12 മണിക്കൂറാ നൽകിയിരുന്ന കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും. ഇതിന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഏർവാടിക്കാണ്ട് പോവുക, ഒരു വിലായത്തിന് വാങ്ങ, തിരിച്ചു വരിക, ഇവിടെ വന്നിട്ട് ദിക്ർ ദുആ മജ്‌ലിസുകള് ഉലിയാണ്. പിന്നെ ആണും പെണ്ണും കിടന്നുകാണ്ട് കൂടിക്കലരുക, പിന്നെ വിളക്കാണ്ട് ഊതും, പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവൂലേ എന്ന് മൂപ്പരെ ചോദ്യം. ഉണ്ടാവും, കാരണം കെട്ടിയവനായിരിക്കും തകരാറ്. ചിലപ്പോ കുട്ടികളുണ്ടാകാത്ത തകരാറ്. ഇവിടെ കെട്ടിയവനല്ലല്ലോ ഉള്ളത്, ഇവിടെ കണ്ണി കണ്ട ആണുങ്ങളുള്ള വിളക്കാണ് ഊതി കുത്തി മറിഞ്ഞാൽ ഇവിടെ കുട്ടികളുണ്ടാവുമല്ലോ. ഇതല്ലേ സഹോദരങ്ങൾ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിൽ ആത്മീയതയുണ്ട്, ഇസ്ലാമിൽ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. സുബ്ഹ് മുതൽ നിങ്ങൾ ബെഡ്റൂമിൽ എത്തുന്നത് വരെ വിവിധ ഘട്ടങ്ങളിൽ പാലിക്കേണ്ട, നടപ്പിലാക്കേണ്ട ദിക്റുകൾ ഇസ്ലാമിലുണ്ട്. അത് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. അതിങ്ങനെ ആത്മീയ മജ്‌ലിസുകളിൽ പോയി കണ്ട് തല വെച്ചു കൊടുത്ത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മാനാഭിമാനവും നിങ്ങളുടെ ചാരിത്രവും നിങ്ങളുടെ കുടുംബവും നിങ്ങൾ തകർക്കല്ലേ എന്ന് എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളെ മട്ടമ്മക്ക് വരി വഹാബിക്ക് ദിക്റുല്ലോ, വഹാബിക്ക് സ്വലാത്തുല്ലോ, വഹാബിക്ക് ആത്മീയതല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്തവർത്തായത് മനസ്സിലായോ? ഇതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് കാലം കുറെ സുഹൃത്തുക്കളെ പറയാൻ തുടങ്ങിയിട്ട്. ഇരിക്കട്ടെ, ഇവിടെ ഇപ്പൊ ഉംറയുള്ള പ്രശ്നം, ഉംറക്ക് പോയോർത്തുന്നുള്ള ഈ ഫിത്തനകള്, ഈ അറിവി നിലാവിന്റെ ഫിത്തനകൾ ഉണ്ടായി എന്ന് പറയണത് എന്താണ് പോലെ ഉംറന്റെ അവസ്ഥ? ഇവിടുത്തെ ഖുറാഫി സമൂഹത്തിൽ ബഹുഭൂരിഭാഗം ഉംറ കമ്മിറ്റികളും മഹറമില്ലാതെ പെണ്ണുങ്ങൾ ഉംറ കൊണ്ടുപോയിട്ട്. മഹറമില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നതിന്റെ വിധി എന്താ ഇസ്ലാമില്? ഇവർക്ക് അറിയാത്തോണ്ട് അത് അല്ല, മൂടി വെക്കും. ഇവർക്ക് പൈസ വേണം. അത് ഉംറന്റെ മറവിലായാലും ഹജ്ജിന്റെ മറവിലായാലും സ്വലാത്തിന്റെ മറവിലായാലും ദിക്റിന്റെ മറവിലായാലും എന്തിന്റെ മറവിലായാലും ഇവർക്ക് പൈസ കിട്ടണം. അങ്ങനെ മഹറമില്ലാതെ ഉംറ കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകളാണ് ഇവിടെ മഹാഭൂരിഭാഗം ഗ്രൂപ്പുകളും. അവിടെ കൊണ്ടേക്കാണ്ട് കായപ്പത്തങ്ങ കൊണ്ടേക്കാണ്ട് ഒന്ന് ഉംറ പേരൊന്ന് ചെയ്യിച്ചിട്ട് മണിക്കാളെ കെട്ടിട്ടമാര് റൂമ് കൊണ്ടേ കെട്ടിടും പെണ്ണുങ്ങളെ. പിന്നെ പള്ളിയൊക്കെ ഇറങ്ങാൻ സമ്മതിക്കൂല, പിന്നെ പള്ളി ഹറോം പെണ്ണുങ്ങൾക്ക്. ആ പെണ്ണ് ഓരോ വക്തിനും ആ പള്ളിക്ക് വന്നിരുന്നിട്ട് നിസ്കരിച്ചിക്കാണ്ട് അവിടെ നിന്ന് ഖുർആൻ ഓതിക്കാൻ എന്താ അതിന്റെ പുണ്യം? അത് ചെയ്യൂല. ആ റൂമിൽ കെട്ടിട എന്നിട്ട് ഉസ്താദ് ആകുന്ന അമീറാകുന്ന ഉസ്താദ് ഇടക്കിടക്കൊന്ന് ചെല്ലും, ചെന്ന് കണ്ട് പെണ്ണുങ്ങളെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കും, സുഖല്ലേ, എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ബന്ധം സ്ഥാപിക്കും. തിരിച്ചു വന്നിട്ട് പിന്നെ ഓളായിട്ട് അസ്സലാമു അലൈക്കും ഒരു വാട്സപ്പ് സന്ദേശം ആണ്ട്, വലൈക്കും അസ്സലാം ഉസ്താദേ ഒരു വാട്സപ്പ് സന്ദേശം കണ്ട്, എന്തൊക്കെ വർത്താനം, സുഖല്ലേ? ആ സുഖാണ്. കെട്ടിയവനും സുഖാണ്. ഉപരി പോയിട്ടിപ്പോ 2 കൊല്ലമായില്ലേ? ആ മോളലിലുണ്ട് ഓക്കുള്ള സൂചന. പിന്നെ ചാറ്റിംഗ് ആയി, സംസാരമായി, വീഡിയോ കോളായി, അവസാനത്ത് വളഞ്ഞ് ഓടിയാ നേരത്താണ് ഈ ഗൾഫിൽ നിൽക്കുന്ന ഈ മൊണ്ണുണ്ടല്ലോ ഭർത്താവ്, ഉസ്താദിന്റെ ഒപ്പം ഉംറക്ക് കഴിക്കോന്ന് പറഞ്ഞാണ്ട് ലക്ഷങ്ങൾ കൊടുത്തയച്ചു ഈ മൊണ്ണ. ഇവനെ ഇത് അവസാനം ഭാര്യ പിടുത്തം വിട്ട് പോയിട്ടുണ്ട്, എന്റെ കൈക്കുന്ന പോയിട്ടുണ്ട് എന്ന് അറിയുമ്പോഴാണ് ആകെ ബേജാറാകല്. ഇതുണ്ടാ പിന്നെ നീർത്തിയാ ഇത് വളഞ്ഞു ഓടിയാനായി. അങ്ങനെ തകർന്നു പോയ എത്ര കുടുംബങ്ങളുണ്ട് കേരളത്തിലറിയോ? ഇവരുടെ മഹറമില്ലാതെ ഉംറക്ക് പോയതിന്റെ പേരിൽ, ഇവരുടെ പല ഗ്രൂപ്പുകളിലും ഉംറക്ക് പോയതിന്റെ പേരിൽ മഹറമില്ലാതെ അവിടുത്തെ ആ ഉംറയുടെ അമീറും ഈ പെണ്ണുങ്ങളും തമ്മിലുണ്ടായ അവിഹിത ബന്ധങ്ങളുടെ പേരിൽ തകർന്നു പോയ കുടുംബം 1, 2, 3 ഒന്നുമില്ല കേരളത്തില്. പുറത്ത് വരാതിരിക്കണ പലരും മാനക്കേട് ആലോചിച്ചിട്ട് ഉംറക്ക് പോയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അത് എങ്ങനെ അതിന്റെ ഹലാലും ഹറാമും ഒന്നും നോക്കണ്ട, ഒരു നാളെ പോയി കിട്ടിയാൽ മതി. ഇതുപോലെ ഫത്വ അബലന്ത് വിശ്വസ്തര മഹറമിന്റെ ആവശ്യമില്ല, വിശ്വസ്തരായ സ്ത്രീകൾ മതി, അതാണ് മഹറം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ഇപ്പൊ ഈ വിശ്വസ്തരായ സ്ത്രീകൾ മഹറമായത്? എന്താ ഇതിന്റെ കുട്ടൻസ്? പിന്നെ ആലോചിച്ച് പുസ്തകത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും സ്ത്രീകളും തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റൂല്ലോ. മഹറം പറഞ്ഞ വിവാഹബന്ധം ഹറാമായ ആളുകളാണല്ലോ. അപ്പൊ സ്ത്രീയും തമ്മിൽ വിവാഹബന്ധം പറ്റൂല്ലോ. അപ്പൊ മഹറം തന്നെ സ്ത്രീയും തമ്മിൽ വിവാഹബന്ധം കഴിച്ചാൽ പിന്നെ മഹറമാവൂല്ലോ. അതിന് ലെസ്ബിയൻ എന്നുള്ള പറയാ. അങ്ങനെ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്, അല്ല എന്താ പേര് പറയാ. ഇവർക്ക് എല്ലാത്തിനും ഫത്വകളുണ്ട്. ഇവരെ കാര്യലാഭത്തിനും വേണ്ടി എല്ലാത്തിനും ഇവർക്ക് ഫത്വകളുണ്ട്. മഹറമില്ലാതെ ഉംറ കൊണ്ടുപോവുക, ഹജ്ജിനെ കൊണ്ടുപോവുക, സിയാറത്ത് ടൂർ കം പാക്കേജ് കൂത്തി നിറച്ച് കൊണ്ടുപോവുക, ഏർവാടി, അജ്മീർ, മുത്തുപ്പേട്ട, നാഗൂര്. എന്നിട്ട് ആ പെണ്ണിന്റെ ഒരു കുടുംബത്തിന്റെ സമ്പത്തും അഭിമാനവും ചാരിത്രവും തകർത്തിട്ട് ഇവർ കിടന്ന് വിളയാടുക. ദീനിന്റെ പേരിലായി നടക്കുന്നത്.
എന്താ മഹറമില്ലാതെ ഉംറക്ക് കൊണ്ടാൻ പറ്റുമോ? അമ്മൽ മറുകത്തു ഫസഫറുഹ വഹിദ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തുടരുന്നു, അമ്മൽ മറുകത്തു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ, അല്ലെങ്കിൽ കൂടെ ആളുണ്ട്. ആരാ ഉള്ളത്? അന്യന്മാരാണ്. കൂടെ എന്തില്ല? കെട്ടുബന്ധം ഹറാമായ ആൾ ഉപ്പയില്ല, ജ്യേഷ്ഠനില്ല, അനുജനില്ല, എളാപ്പയില്ല, മൂട്ടാപ്പയില്ല, അമ്മാവനില്ല. കെട്ടുബന്ധം ഹറാമായ ഒരു പുരുഷനും കൂടെ ഇല്ല. ഔ സൗജിൻ, അല്ലെങ്കിൽ കൂടെ ഭർത്താവില്ല. കൂടെ വേറെ അന്യ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒക്കെ ഉണ്ട്, ആ കൂട്ടത്തിലൂടെ പോവാ. എന്നാ ഹറാമൻ, യാത്ര ഹറാമാകുന്നു. കൂടെ ഭർത്താവില്ലാതെ, കൂടെ മെഹ്റം കെട്ടുബന്ധം ഹറാമായവരില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെയാണെങ്കിലും പോകാൻ പറ്റില്ല. സമ്മേളനത്തിനാണ്, യോഗത്തിനാണ്, ദിക്റിനാണ്, സ്വലാത്തിനാണ് എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് എങ്ങനെ പോവാ? അന്യ ആണുങ്ങളുടെ കൂടെയും പെണ്ണുങ്ങളുടെ കൂടെയും യാത്ര പോകുന്നു, ഹറാം. അമ്മൽ മറുകത്തു ഫസഫറുഹ വഹദ. പെണ്ണ് ഒറ്റക്കോ അല്ലെങ്കിൽ മെഹ്റമും ഭർത്താവും അല്ലാത്ത ആണിൻ്റെയോ പെണ്ണിൻ്റെയോ കൂടെയോ യാത്ര ചെയ്യൽ ഫഹറാം. അങ്ങനെ യാത്ര ചെയ്യൽ ഫഹറാം, അത് ഹറാമാകുന്നു. വ്യഭിചാരം വല്ലതും ഉണ്ടാകുമെന്ന് പേടിച്ചാലോ ഫകബീറ, യാത്ര അപ്പോൾ വൻകുറ്റമായി, മഹാപാപമായി. അപ്പോൾ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, കൂടെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ കെട്ടുബന്ധം ഹറാമായ ആൾ വേണം. ചെറിയ യാത്രയാണെങ്കിലോ, ഇത്ര ദൂച്ചൊന്നും വേണ്ടത്, കോഴിക്കോട്ടേക്ക് ബറോക്കിലേക്ക് പോവുകയാണെങ്കിലോ, സഫർ ഹ്രസ്വമാണെങ്കിലും ശരി, ദീർഘയാത്ര ആയിക്കൊള്ളണമെന്നില്ല. ഹ്രസ്വയാത്രയാണെങ്കിലും പെണ്ണ് യാത്ര പോകുന്നുവെങ്കിൽ കൂടെ ഒന്നുകിൽ കെട്ടുബന്ധം ഹറാമായ ആൾ വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം. അല്ലെങ്കിൽ ഔകാനത ഫി കാഫില അലീമ, വലിയൊരു യാത്രാ സംഘത്തില, ഉംറ സംഘമാണ് പോകുന്നത്. അങ്ങനെ സംഘത്തിലാണ് പോകണമെങ്കിൽ സിയാറത്ത് സംഘമാണ് പോകുന്നത്, അജ്മീറിലേക്ക് ഏർവാടിയിലേക്ക് സംഘമാണ് പോകുന്നത്. ആ സംഘത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. കൂടെ ഭർത്താവുണ്ടോ, അല്ലെങ്കിൽ കെട്ടുബന്ധം ഹറാമായ ആൾ ഉപ്പയോ, അതല്ലെങ്കിൽ പിന്നെ സഹോദരനോ, അതല്ലെങ്കിൽ അമ്മാവനോ, അത് ആരെങ്കിലും കെട്ടുബന്ധം ഹറാമായവരുണ്ടോ, അല്ലെങ്കിൽ ഭർത്താവുണ്ടോ? ഇല്ലെങ്കിൽ കൂടെ ഒരു വലിയ സംഘത്തിന്റെ കൂടെ ആയിരുന്നാലും ശരി, പോകൽ ഹറാമാകുന്നു. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇവരുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരാണെന്ന് പറയണത്. മഹറമില്ലാതെ ഒരു പെണ്ണിന് ഉംറക്ക് പോകാൻ പറ്റൂല, കൊടിയ ഹറാം. നിങ്ങൾ ഇബാദത്തിന് ഞങ്ങൾ ഈ പോണത് ഹറാമ് ചെയ്തിട്ടോ? നിങ്ങൾക്ക് ഉംറ ചെയ്ത കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ഹറാമ് ചെയ്ത, കൊടിയ ഹറാമ് ചെയ്ത കുറ്റം കിട്ടും. മനസ്സിലാക്കി വെച്ചോ സമസ്തക്കാരെ. ഗൾഫ് പോയിക്കണ്ട് അധ്വാനിച്ച് കണ്ട് ഉംറക്കാരോട് പെണ്ണുങ്ങൾ ഇമ്മാനെ കണ്ണി കണ്ട മോലിയന്മാരൊപ്പം വിടുമ്പോൾ നിങ്ങൾ സമ്പത്ത് മാത്രമല്ല, നിങ്ങൾ ദീന് മാത്രമല്ല, നിങ്ങളുടെ അഭിമാനവും നിങ്ങൾ കുടുംബം തകരും. ആലോചിച്ച് വെച്ചോ. അപ്പൊ ഇത്തരം കേന്ദ്രങ്ങളിൽ, നിങ്ങൾ ഇത്തരം ആത്മീയ കപട ആത്മീയ മജ്‌ലിസുകളിൽ പെട്ടുപോയ നിങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ, അവരാളതിന്റെ ഇരകള്. ആ സ്ത്രീകൾക്ക് നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം വലിയ ഗുരുതരമായിരിക്കും. ഇത് പലതും പുറത്തു വരാൻ പോണുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.